ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമൺ കണ്ടീഷനാണ്. മയോപ്പിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ര ഫെമിലിയർ ആവണമെന്നില്ല. എന്നാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഷോർട്ട് സൈറ്റ്നെസ്, നിയർ സൈറ്റ്നെസ് എന്നൊക്കെ. ഇതിനെയാണ് നമ്മൾ മെഡിക്കലി മയോപ്പിയ എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് തന്നെ. മയോപ്പിയ ഈസ് എ കോമൺ റിഫ്രാക്റ്റീവ് എറർ ഓഫ് ദി ഐ ഇൻ വിച്ച് നിയർ ഒബ്ജക്റ്റ് ആർ തിൻ ക്ലിയർ, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് അപ്പിയർ ബ്ലർ. അതായത് ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് എററാണ്. ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയർ ഒബ്ജക്ട്സിനെ, അതായത് നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, തിൻ ക്ലിയർ ആയിരിക്കും അത്. പക്ഷേങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, നമുക്ക് അകലെയുള്ള ഒബ്ജക്റ്റിനെ അത് ബ്ലേർഡ് ആയിട്ടാണ് കാണാൻ പറ്റുള്ളൂ, അതായത് മങ്ങിയിട്ടേ കാണാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ മയോപ്പിയ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എഫക്റ്റ് സാധാരണഗതിയിൽ റെറ്റിനയിൽ റിഫ്ലക്റ്റ് ആയിട്ടാണ് നമുക്കത് കാഴ്ചയായിട്ട് വരുന്നത്. പക്ഷേ ഈ മയോപ്പിയയുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എഫക്റ്റ് റെറ്റിനയുടെ ഫ്രണ്ടിൽ പോയിട്ട്, ഇൻഫ്രണ്ടിൽ പോയിട്ട് റിഫ്ലക്റ്റ് ആവും. അതായത് ലൈറ്റ് എഫക്റ്റ് റിഫ്ലക്റ്റ് ഓൺ ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബോൾസ് ടു ലോങ് ആവുന്ന കണ്ടീഷനിൽ, അതേപോലെ തന്നെ കോർണിയ അല്ലെങ്കിൽ ലെൻസ് ടു കേർവ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ, ഈ നമ്മുടെ ഐബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സൈസിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടുതലായിരിക്കും. അതേപോലെ കോർണിയ അല്ലെങ്കിൽ ലെൻസിൻ്റെ സാധാരണ കർവ് ഉണ്ടാകുന്നതിലും കൂടുതൽ കർവാകും. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമുക്ക് ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് ഉണ്ടാകുന്നത്. ഇതിൽ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. അതായത് കോമൺ സിംറ്റംസ്, ലക്ഷണങ്ങൾ, ഈ മയോപ്പിയ വരുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതായത് ഡിഫിക്കൽട്ടി ടു സീ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി. നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ സ്ക്യുൻറ്റിങ് എന്ന് കേട്ടിട്ടില്ലേ, കോങ്കണ്ണ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ഒരു കണ്ടീഷനും ഇതിനകത്തുണ്ടാവും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളിലൊക്കെ ഈ ഷോർട്ട് സൈറ്റ്നെസ് ഉണ്ടാകുമ്പോൾ നമ്മളത് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലുതാകുമ്പോഴേക്ക് അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ക്വിൻറ്റിങ്ങിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ സ്ക്വിൻറ്റിങ്, അതായത് കോങ്കണ്ണ് പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടാകും. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കാണാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലോ. അതൊരു ബ്ലേർഡ് വിഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടാവും. നമ്മൾ അധിക പേരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ട്, അതേപോലെ തന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും. അതപ്പോൾ ഈ ഹെഡ് ഏക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോമൺ സിംറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് പറയാം. എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുക, ഇതിൻ്റെ ഡയഗ്നോസിസ് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ദി വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റ്. വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നെല്ലൻ ഐസ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്നെല്ലൻ ചാർട്ട് ടെസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ. നമ്മുടെ എന്താ പറയുക, അക്ഷരങ്ങൾ, അതേപോലെ നമ്പേഴ്സ് ഒക്കെ വലുതിൽ നിന്ന് ചെറുതിലേക്കാക്കിയിട്ട് നമ്മുടെ ഒരു കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻറ്റിൽ ഇരുത്തിയിട്ട് നമ്മളോടത് വായിക്കാൻ പറഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴിലേക്ക് അങ്ങനെ വായിക്കാൻ പറയും. അങ്ങനെ വായിച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആ പവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓരോരോ ലെൻസ് ഇങ്ങനെ ഇട്ട് നോക്കി നമ്മുടെ പവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതേപോലെ ഒരു റിഫ്രാക്റ്റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെസ്റ്റും കൂടെ വരുന്നുണ്ട്. ഈ രണ്ട് ടെസ്റ്റും വെച്ചിട്ടാണ് നമുക്ക് ഇത് മയോപ്പിയ ആണെന്നുള്ള കാര്യം ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ടുള്ള മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺകേവ് ലെൻസാണ് നമ്മൾ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ്സിന് യൂസ് ചെയ്യുന്നത്. കോൺകേവ് ലെൻസ്, അതായത് നമ്മുടെ സ്പെക്സിലോട്ട്, നമ്മുടെ ഗ്ലാസ്സിലോട്ട് കോൺകേവ് ലെൻസാണ് അവർ ഇടുന്നത്. കോൺകേവ് ലെൻസ് ഇട്ടിട്ട് നമ്മുടെ സൈറ്റിനെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സംടൈംസ് നമ്മൾ ലെൻസ് ഇതിന് പകരം, സ്പെക്സിന് പകരം കോൺടാക്ട് ലെൻസ്, കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെൻസില്ലേ, കോൺടാക്ട് ലെൻസ് വെക്കാറുണ്ട്. ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലോട്ട് വരുമ്പോഴേക്ക് നമുക്ക് റിഫ്രാക്റ്റീവ് സർജറികൾ ചെയ്തിട്ട് നമുക്കിത് ചികിത്സിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന രണ്ട് സർജറികളാണ്. ഒന്ന്
ലാസിക് എന്ന് പറയും. പിന്നെ വരുന്നതാണ് സ്മൈൽ. സ്മൈൽ, ലാസിക്, ഇത് ഷോർട്ട് ഫോംസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ഈ 2 ടെസ്റ്റുകളും കൂടെ ചെയ്തിട്ട് ആണ് നമ്മൾ ഇത് മയോപ്പിയനെ ട്രീറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതുപോലെ ഞാനത് പറഞ്ഞു തരാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ടും എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്നതിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു.